എല്ലാ കാര്യങ്ങളും കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല ഡിസിപ്ലിൻ, മറിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുന്നതാണ്. നമ്മൾ ഒരു ദിവസത്തേക്ക് പഠിക്കാനുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചാൽ അത് കൃത്യമായി തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള ടൈം ടേബിൾ മാത്രമേ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാവൂ. അല്ലെങ്കിൽ ആദ്യ ദിവസം തന്നെ ടൈം ടേബിൾ പെൻഡിങ് ആയാൽ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് നഷ്ടമായേക്കാം. തുടക്കത്തിൽ തന്നെ വലിയ വലിയ ടോപ്പിക്കുകളൊക്കെ എടുത്ത് പഠിക്കാൻ നിൽക്കാതെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ടോപ്പിക്കിൽ നിന്ന് തന്നെ തുടങ്ങുക. ഉദാഹരണത്തിനായിട്ട് 1 മണിക്കൂർ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും 5 മിനിറ്റെങ്കിലും തുടങ്ങി വെക്കുക. റിയലിസ്റ്റിക് ഗോൾസ് മാത്രം എഴുതി വെക്കാൻ ശ്രമിക്കുക. അതായത് നമുക്ക് പറ്റുന്ന ഗോൾസ് മാത്രമേ നമ്മൾ എഴുതി വെക്കാവൂ. മറ്റുള്ളവരെ അനുകരിച്ച് അപ്രാപ്യമായ ഗോളുകൾ സെറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ എനർജിക്ക് അനുസരിച്ച് ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് മാത്രം പഠിക്കുക. മറ്റൊരാൾ 10 മണിക്കൂർ പഠിക്കുന്നു, അതുപോലെ എനിക്കും പഠിക്കണമെന്ന് വിചാരിച്ച് എഴുതി വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ അയാളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലും നമുക്ക് പറ്റുന്ന തരത്തിലുമുള്ള ഒരു ടൈം ടേബിൾ മാത്രമേ നമ്മൾ തയ്യാറാക്കി വെക്കാവൂ. എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ പഠനം ഒരു ദിവസം മുടങ്ങിപ്പോയാൽ ആദ്യം മുതൽ തുടങ്ങാം അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. എവിടെയാണോ നിങ്ങൾ നിർത്തിയത് അവിടെ നിന്നും തുടങ്ങുകയാണ് വേണ്ടത്. കണ്ടിന്യൂഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ പഠനം അവിടെ പെൻഡിങ് ആവും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെ സിലബസ് ഒരു വിധത്തിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പഠിക്കാനായിട്ട് മോട്ടിവേഷന് വേണ്ടി കാത്തു നിൽക്കരുത്. എപ്പോഴും ഉന്മേഷം തോന്നിയാലേ കാര്യങ്ങൾ ചെയ്യൂ എന്ന് കരുതരുത്. മോട്ടിവേഷന് വേണ്ടി കാത്തു നിൽക്കാതെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കണം. ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ കൺസിസ്റ്റൻസി നിലനിർത്തിയാൽ തന്നെ നമ്മുടെ ലൈഫ് ഓൾറെഡി ഡിസിപ്ലിൻഡ് ആയിട്ട് താനേ മാറിക്കൊള്ളും. എല്ലാ ദിവസവും ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി വെക്കാൻ ശീലിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകളൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതി വെക്കുകയും അതിലെ PYQ എല്ലാം ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഇമ്പോർട്ടൻസ് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് PYQ ഒക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഈസിയായി തോന്നും. ഒരു ദിവസം എത്ര ടോപ്പിക്ക് ഏതൊക്കെ സമയത്ത് പഠിക്കണമെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങൾ എഴുതി വെച്ച ടൈമിനനുസരിച്ച് ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പ്രൊക്രാസ്റ്റിനേഷൻ അഥവാ കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ശീലം കുറഞ്ഞു കിട്ടും. വീട്ടിലെ മറ്റ് ജോലികൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പഠിക്കാനുള്ള ടൈമും കൃത്യമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. ഉദാഹരണത്തിന് രാവിലെ 6 മണി മുതൽ 8 മണി വരെ പഠനത്തിനായി മാറ്റിവെക്കുകയാണെങ്കിൽ ഈ സമയത്ത് സ്ക്രീൻ ടൈമും മറ്റു ജോലികളുമൊക്കെ വേറെ സമയത്തേക്ക് മാറ്റിവെക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പഠനം കുറച്ചുകൂടി എളുപ്പമാകും. ശരീരത്തിനും മനസ്സിനും ആവശ്യമായ വിശ്രമം ലഭിച്ചാൽ മാത്രമേ ഡിസിപ്ലിനോട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഉറക്കം കുറഞ്ഞാൽ അത് നമ്മുടെ കൺസിസ്റ്റൻസിയെയും ഡിസിപ്ലിനെയും ഒക്കെ ബാധിക്കും. നമ്മുടെ ശരീരത്തിന് നല്ല എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഉന്മേഷത്തോടു കൂടിയിരുന്ന് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഒരു ദിവസത്തേക്ക് തയ്യാറാക്കിയ ടോപ്പിക്കുകൾ കൃത്യസമയത്ത് പഠിച്ച് തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ചെറിയ സമ്മാനങ്ങൾ നൽകുക. ഉദാഹരണത്തിന് ഒരു ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുന്നതോ സിനിമ കാണുന്നതോ പ്രിയപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതോ ഒക്കെ ആവാം. ഇത് പഠനം തുടരാൻ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം നൽകും. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇനി PSC റിലേറ്റഡ് ആയിട്ട് എന്ത് വീഡിയോസാണ് ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാമോ? അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.